നമസ്കാരം. കുട്ടികളിലെ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടുണ്ടാവുക, അവരുടെ സംസാര ഭാഷ വൈകുക, അതുപോലെ തന്നെ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതിരിക്കുക, വീട്ടുകാരുമായിട്ടൊന്നും ഇടപഴകാതെ അവരൊരു കൊക്കൂണിനുള്ളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തം ലോകത്ത് കഴിയുന്ന പോലെ കഴിയുക, കുട്ടികളിലെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുക, അവരെ ഒരു കളികളിൽ തന്നെ അധിക സമയം ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സെൻസറി ഇഷ്യൂസ് അധികമായിട്ടുണ്ടാക്കുക, അതായത് കൈകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാപ്പിങ്, ജമ്പിങ്, ടോ വാക്കിങ്, പല ശബ്ദം കേട്ടാലും കുട്ടികൾ ഭയങ്കരമായിട്ട് പേടിക്കുക തുടങ്ങിയിട്ടുള്ള സെൻസറി ഇഷ്യൂസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള പരിശോധനകളും അസസ്മെൻറ്റ്സും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ കമൻസിൽ പിൻ ചെയ്യുന്നുണ്ട്. അത് കേൾക്കാത്തവർ ആ ഒരു ലക്ഷണങ്ങളുടെ വീഡിയോസ് കാണുകയും ചെയ്യുക. നമ്മൾ കൺസൾട്ടേഷൻ എടുത്തു, അസസ്മെൻറ്റ്സ് നടത്തി, ഓട്ടിസം ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. സോ വാട്ട്സ് നെക്സ്റ്റ്? ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. പലപ്പോഴും കണ്ടുവരുന്നത്, കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസിന് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അത് വളരെ സ്വാഭാവികമാണ്, വളരെ നാച്ചുറലാണ്. കാരണം നമ്മളെല്ലാവരും പാരൻസാണ്. ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പാരൻസ് ഒരു ഡിനയൽ ഫേസിലൂടെ ഇനീഷ്യലി കടന്നു പോവുക. നമ്മൾ ഓട്ടിസം ഇല്ല എന്ന് തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ പല കാര്യങ്ങളും കുട്ടികളുടെ പ്രശ്നങ്ങൾ മാസ്ക് ചെയ്യുകയോ ഒക്കെ പാരൻസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ കുട്ടിയുടെ ഓരോ ദിവസവും സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കുട്ടിക്ക് ആവശ്യമായ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസിലേക്ക് കടക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഞങ്ങൾ ഗ്രാറ്റസിൽ നമ്മളൊരു കൺസൾട്ടേഷനും അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഒരു പാരൻ്റൽ കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണ്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പാരൻറ്റിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇനി എന്തൊക്കെയാണ് അടുത്ത പോസിബിലിറ്റീസ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പാരൻസിനെ ബോധിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ ഇനീഷ്യൽ ഫേസിൽ ചെയ്യുന്നത്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് എന്നുണ്ടെങ്കിലും നമുക്ക് അവർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. നമുക്ക് കേട്ട് പരിചയമുള്ള ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇതെല്ലാം അടങ്ങുന്നതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇവിടെ തെറാപ്പി എന്ന് പറയുന്നത് ഒരു മരുന്ന് പോലെ തന്നെയാണ്. ഒരു ഡോക്ടർ നമ്മുടെ ഒരു അസുഖത്തിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന പോലെ, ഡോസ് ഫിക്സ് ചെയ്ത് തരുന്ന പോലെ തന്നെയാണ് നമ്മുടെ തെറാപ്പിസ്റ്റ് കുട്ടികളെ അസസ്മെൻറ്റ് ചെയ്ത് അതിലെ ശാസ്ത്രീയമായ വിവരങ്ങൾ വെച്ച് കൃത്യമായ പ്രോട്ടോക്കോൾ പ്രകാരം ഒരാഴ്ചയിൽ എത്ര തെറാപ്പി എങ്ങനെ കൊടുക്കണം എന്ന് ഡിസൈൻ ചെയ്യുന്നത്. അത് പ്രകാരം കൃത്യമായിട്ടുള്ള തെറാപ്പികൾ കൊടുക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ തെറാപ്പിയിലെ മുഖ്യമായിട്ടുള്ള കാര്യം. അടുത്തതായിട്ട് ഹോം തെറാപ്പി ആൻഡ് എക്സ്പോഷറാണ്. ഹോം തെറാപ്പി അഥവാ ഹോം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറാപ്പി സെൻറ്ററിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടി വീട്ടിൽ വന്നിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വാക്ക് പഠിപ്പിച്ചു, കുട്ടിക്ക് വീട്ടിൽ വന്നിട്ട് ആ വാക്ക് പറയാൻ ഒരു അവസരം കൊടുക്കാതെ, ഇപ്പോൾ വെള്ളം എന്ന് പഠിപ്പിച്ചു എന്നുണ്ടെങ്കിൽ കുട്ടി വെള്ളം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും നമ്മൾ ആ വെള്ളം എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു നീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വരുന്നില്ല, കുട്ടിക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയായി കഴിഞ്ഞാൽ തെറാപ്പി സെൻറ്ററിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഹോം ട്രെയിനിങ് എന്താണോ തെറാപ്പി സെൻറ്ററിൽ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പാരൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് ഈക്വലായിട്ടുള്ള കാര്യങ്ങൾ ഹോം ട്രെയിനിങ് എന്നുള്ള രീതിയിൽ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹോം ട്രെയിനിങ് അല്ലെങ്കിൽ ഹോം തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല തെറാപ്പി സെൻറ്ററിലും പല രീതികളിലായിരിക്കും ഈ ഹോം ട്രെയിനിങ് മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിന് പാരലലായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലും ചെയ്യാൻ പാരൻസിനോട് എപ്പോഴും കൃത്യമായിട്ട് പറയാറുണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് തെറാപ്പി സെൻറ്ററിൽ വരുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു കാര്യം പറയാനുള്ള എക്സ്പോഷറാണ്. അതായത് കുട്ടിയെ നമ്മൾ പുറത്ത് കൊണ്ടുപോവില്ല, ഒരു പബ്ലിക് ഗാദറിങ്ങിൽ കൊണ്ടുപോവില്ല, അല്ലെങ്കിൽ ഒരു മാളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സോഷ്യൽ എക്സ്പോഷർ കൊടുക്കില്ല. പലർക്കും അത് മടിയാണ്. അതായത് കുട്ടി അവിടെ എന്തെങ്കിലും ഒരു സെൻസറി ഇഷ്യൂസ് കാണിക്കുമോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുമോ, അതൊരു മോശമല്ലേ, ഞങ്ങൾ ഈ തെറാപ്പി എല്ലാം ചെയ്ത് കുട്ടിയുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയതിന് ശേഷം കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്ന പല പാരൻസും ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ കുട്ടികളോട് ചെയ്യുന്നൊരു ദ്രോഹം തന്നെയാണ്. കാരണം അവർക്ക് ആ സോഷ്യൽ എക്സ്പോഷർ ആവശ്യമാണ്. അപ്പോൾ മാത്രമേ അവർ പുതിയ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുള്ളൂ.
സോഷ്യൽ എക്സ്പോഷർ ഇല്ലാത്ത കുട്ടികൾക്ക് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർ തെറാപ്പിയിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കുമെന്നല്ലാതെ അത് വീട്ടിലോ സമൂഹത്തിലോ ആ പഠിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കുട്ടികൾക്ക് പറ്റാറില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് ഡയറ്റിനെ കുറിച്ചാണ്. ഈ ഒരു അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഡയറ്റിൻ്റെ പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഗട്ട് ബ്രെയിൻ തിയറിയെക്കുറിച്ചുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പല പഠനങ്ങളും നമ്മുടെ പബ്ലിക് ഡൊമൈനിലെല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പ്രമേഹമുള്ള ഒരാൾ മധുരം കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളൊരു കുട്ടി ഒരു ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ കുട്ടിയുടെ അവസ്ഥയ്ക്കനുസരിച്ചും നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരുന്ന ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തെറാപ്പിയിലും അതിൻ്റെ മാറ്റങ്ങൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് റുട്ടീൻ കറക്ഷനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയാം. പലപ്പോഴും പാരൻസ് പറയാറുണ്ട് കുട്ടികൾ രാത്രി കൃത്യസമയത്ത് ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ടോയ്ലറ്റിംഗ് കറക്റ്റ് അല്ല എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ കുട്ടികളുടെ ഒരു റുട്ടീൻ കറക്റ്റ് ആക്കുക എന്നുള്ളത് ഈ ഒരു തെറാപ്പി ഇൻ്റർവെൻഷൻ ചെയ്യുന്ന സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒഴിവ് ദിവസങ്ങളിൽ അവരുടെ റുട്ടീൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാവിലെ ടോയ്ലറ്റിൽ പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെയല്ല, എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയത്ത് എഴുന്നേൽക്കുക, അതുപോലെ തന്നെ ടോയ്ലറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാക്കുക. ഈ ഒരു റുട്ടീൻ കറക്ഷൻ എന്ന് പറയുന്നത് ഓട്ടിസം ഉള്ള കുട്ടികളുടെ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പോസിബിൾ സൊല്യൂഷനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അടുത്തായിട്ട് പറയാനുള്ളത് ആയുർവേദത്തെക്കുറിച്ചാണ്. ഇവിടെ ഗ്രാറ്റിസിൽ നമ്മൾ കുട്ടികൾക്ക് ആയുർവേദ മരുന്നുകളും അതുപോലെ തന്നെ പഞ്ചകർമ്മ തെറാപ്പികളുമാണ് ചെയ്യുന്നത്. ഗ്രാറ്റിസിൽ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ അവർക്ക് ഡയറ്റിനെ കുറിച്ച് അറിയാതെ, ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാതെയുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ അവരുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനും അതുവഴി സെൻസറി പ്രോസസ്സിങ്ങിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് കുറയ്ക്കാനുമെല്ലാം നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ സിറ്റിംഗ് ടോളറൻസും അറ്റൻഷനും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആവുന്നത് കണ്ടുവരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പറയാനുള്ളത് ഓട്ടിസം മാറുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. അവൈലബിൾ ആയിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് വെച്ചിട്ടും ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുമാണ് ഈ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ പോകുന്നത്. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഫങ്ഷണലാക്കാൻ കഴിയും എന്നാണ് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ സിവിയർ ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സുള്ള കുട്ടികളുടെ പാരൻസും അതുപോലെ തന്നെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാനോ നേരത്തെ തന്നെ തെറാപ്പി കൊടുക്കാനോ പറ്റാത്ത പാരൻസിനോ ഒരു വിഷമം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു സത്യമാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻ ഏറ്റവും നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെ സാധിക്കുന്നുണ്ട്. നമസ്കാരം.